പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. UN സ്കൂളിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ആക്രമണം ഉണ്ടായി. ഇസ്രയേലിലേക്ക് ഹമാസും ഹിസ്ബുള്ളയും റോക്കറ്റുകൾ തൊടുത്തുവെന്ന വാർത്തയും വരുന്നുണ്ട്. ഈ വാർത്തകളെയൊക്കെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം PP ജെയിംസ് ചേർന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. കനത്ത മഴയാണ്, തകർത്ത് പെയ്യുന്നു. കനത്ത മഴയാണ് എസ്കേൻ. പക്ഷെ ഇന്ന് പറയാനുള്ള വാർത്തകളൊക്കെ സങ്കടക വാർത്തകളാണ്. ക്ഷമിക്കുക, കാരണം ഞാൻ നല്ല വാർത്ത എന്തെങ്കിലും സന്തോഷത്തിൻ്റെ വാർത്ത പറയണമെന്ന് നോക്കി, പക്ഷേ ഒന്നും കാര്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇസ്രായേലിലേക്ക് പോകുമ്പോൾ എസ്കേൻ, ഇസ്രായേൽ വീണ്ടും അവരുടെ ഈ എന്താ പറയുക നരഹത്യ തുടരുകയാണ്. അവരുടെ ബോംബർ വിമാനങ്ങൾ ഗസയ്ക്ക് ചുറ്റും ഒരു 75 കിലോമീറ്ററിനുള്ളിൽ ഇങ്ങനെ ചീറിപ്പായുകയാണ്. എവിടെയൊക്കെ ആക്രമിക്കുന്നതെന്ന് അവർക്ക് പോലും ബോധമില്ല. എന്ന് മാത്രമല്ല, UN നേതൃത്വത്തിലുള്ള സ്കൂളുകളിൽ, അത് അഭയാർത്ഥി ക്യാമ്പാണ്, സ്ത്രീകളും കുട്ടികളും കഴിയുന്ന ആ ക്യാമ്പിലെ ടെൻറ്റുകൾക്ക് നേരെയാണ് അവരുടെ ഏറ്റവും വലിയ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ മണിക്കൂറുകളിൽ 60 പേർ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. മരണസംഖ്യ 38,700 കടന്നിരിക്കുന്നു. എന്തായാലും എസ്കൈൻ, ഇവിടെ അവർ പറയുന്നൊരു വാദം, ഇസ്രായേൽ പറയുന്നത് ഈ മനുഷ്യർക്കിടയിൽ ഹമാസിൻ്റെ പ്രവർത്തകരും നേതാക്കൾ ഒളിച്ചിരിക്കുന്നു, അവരെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ബോംബ് ചെയ്യുന്നത് എന്ന തൊടുന്യായമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ കൊല്ലപ്പെടുന്നത് കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. പ്രത്യേകിച്ച് മധ്യ ഗസയിലെ നുസ്രത്ത് ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 10-20 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഖാൻ യൂനിസിൽ, തെക്കൻ ഗസയിലാണ് ഖാൻ യൂനിസ്, റഫ തുടങ്ങിയിട്ടുള്ള മേഖലകൾ നടത്തിയ അതിൽ വേറെയും 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റ് പലയിടങ്ങളിലായിട്ടാണ് 60 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, വ്യാപകമായി എവിടെയും രക്ഷയില്ല. എവിടെ ഒളിച്ചാലും നിങ്ങൾ ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. കടുത്ത പട്ടിണിയാണ്, അവിടെ ഭക്ഷിക്കാനൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഒരു വാർത്ത വരുന്നത് അവിടുത്തെ ഇതിൻ്റെ നേതാവ് സിൻവാറിനോട്, യഹ്യ സിൻവാറിനോട് ഹമാസിൻ്റെ അവരുടെ കമാൻഡർമാർ തന്നെ ആവശ്യപ്പെട്ടു യുദ്ധം എങ്ങനെയും നിർത്തണം, കാരണം ജനങ്ങൾ അത്ര ദുരിതത്തിലാണ്, ഒരുപാട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഇനിയും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഒരു ഇതുമില്ലാത്ത രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു തിരിച്ചുവരവുണ്ടായിരിക്കുന്നത് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് അവർ റോക്കറ്റുകൾ തൊടുത്തു. അതുപോലെ തന്നെ ലെബനനിൽ നിന്ന് ഹെസ്ബുള്ളയും, 2 സൈഡിൽ നിന്നുള്ള ആക്രമണം നടക്കുകയാണ്. തിരിച്ച് ഇസ്രായേലിലെ മരണസംഖ്യ പലപ്പോഴും പുറത്തു വിടാറില്ല. എന്തായാലും അവിടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് കൂടുതലായിട്ടുള്ള റോക്കറ്റുകൾ വന്ന് വീഴുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒപ്പം തന്നെ ഹൂതികളുടെ ആക്രമണം തുടരുന്നുണ്ട്. 3 കപ്പലുകൾക്ക്, ചരക്ക് കപ്പലുകൾക്ക് മേലെയാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഹൂതികൾ ആക്രമണം നടത്തിയത്. 3 ചരക്ക് കപ്പലുകൾ ഏതാണ്ട് തകർന്ന മട്ടാണ്. എന്തായാലും ഹൂതികളുടെ ആക്രമണം, അവർ പറയുന്നത് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണം നിർത്താതെ ഞങ്ങൾ ഈ ചരക്ക് കപ്പലുകൾ, ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തില്ല. പ്രത്യേകിച്ച് യമൻ്റെ അടുത്തുകൂടെയാണ് കപ്പൽ റൂട്ട്, അത് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്തൂടെ പോകുമ്പോൾ വളരെ എളുപ്പമാണ് യമനിൽ നിന്ന് ഡ്രോണുകളും മിസൈലുകളും അയക്കാൻ. അങ്ങനെയാണ് ഹൂതികൾ കടലിൽ ആക്രമണം അയച്ചു വിടുന്നത്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ കപ്പലുകൾ, നാവിക കപ്പലുകൾ അവിടെയുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇത് പലപ്പോഴും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഹൂതികൾ അത്ര ഇതായിട്ടാണ് ഈ ഡ്രോണുകളും മിസൈലുകളും കൊടുക്കുന്നത്. എസ്കേൻ PP ജെയിംസ്, ഒമാനിലെ ഈ പള്ളിയിൽ നടന്ന വെടിവയ്പിൽ 10 പേർ മരിച്ചു എന്ന രീതിയിൽ വാർത്ത ഇന്നലെ വന്നിരുന്നു. അതിൽ ഒരു ഇന്ത്യക്കാരനും 4 പാകിസ്ഥാനികളും ഉണ്ട് എന്നാണ് അറിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ IS ഭീകരരാണോ ഈ വധത്തിന് പിന്നിൽ? SKN, ഈ ഒമാനിലെ ഈ ഷിയ മസ്ജിദിന് നേരെയാണ് ആക്രമണം നടന്നത്. അവർ ന്യൂനപക്ഷമാണ് ഷിയാകൾ. പ്രത്യേകിച്ച് IS എന്ന് പറയുന്നത് സുന്നികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട ആൾക്കാരാണ്. ISൻ്റെ ഭീകര സംഘടന അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അവർ നേരിട്ട് പള്ളിയിൽ മുഹറത്തിൻ്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ജനക്കൂട്ടത്തിന് ആ മസ്ജിദിന് സമീപം വെടി ഉതിർത്തത്. 3 ഭീകരപ്രവർത്തകരുണ്ടായിരുന്നു, അവരെ സെക്യൂരിറ്റി ഫോഴ്സ് വെടിവെച്ച് കൊന്നു. പക്ഷേ അതിനിടയിൽ 10 പേർ കൊല്ലപ്പെട്ട, ഒരാൾ ഇന്ത്യക്കാരനാണ്, 4 പേർ പാകിസ്ഥാനികളാണ്. മറ്റു നാഷണാലിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള മറ്റുള്ളവർക്ക് പരിക്കേറ്റതായി അറിയുന്നു. എന്തായാലും മലയാളികൾക്കൊന്നും ആ തരത്തിൽ പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടില്ല. പ്രത്യേകിച്ച് മസ്കറ്റിലൊക്കെ ഒരുപാട് മലയാളികൾ ഉണ്ടെന്നറിയാമല്ലോ എസ്കേൻ. അപ്പോൾ ആ തരത്തിൽ ഒമാനിൽ സാധാരണ ഇങ്ങനെ ആക്രമണം നടക്കാറില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പോലെയുള്ള ആക്രമണം ഒമാനിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഒമാനിലും ഇതാ ഭീകരാക്രമണം നടന്നിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ അതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മരിച്ചവരിൽ കൂടുതലും പാകിസ്ഥാനികളാണ്. പരിക്കേറ്റവരിലും ഏതാണ്ട് 10-40 പാകിസ്ഥാനികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ഈ ഭീകരവാദത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണെന്നുള്ള ആരോപണം നിലനിൽക്കെ തന്നെ പാകിസ്ഥാനികൾ ആക്രമിക്കപ്പെടുന്നു. അത് പക്ഷേ പാകിസ്ഥാനാണോ എന്ന് നോക്കിയിട്ടല്ല, അവിടെ ജനക്കൂട്ടത്തിന് നേരേക്ക് വെടിവെക്കുകയായിരുന്നു. ഇന്ത്യക്കാർ ഒരാൾക്കാണ് വെടിയേറ്റ് മരിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഒപ്പം തന്നെ SKN, ഒമാൻ തീരക്കടലിൽ അവിടെ ഒരു ചരക്ക് കപ്പൽ മുങ്ങി, എണ്ണക്കപ്പലാണ്.
മുങ്ങി. അതിൽ 16 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 13 പേർ ഇന്ത്യക്കാരാണ്, അവരെ കാണാതായിട്ടുണ്ട്. 3 പേർ ശ്രീലങ്കക്കാരാണ്, അവരെയും കാണാനില്ല. അപ്പോൾ അത് എന്തോ അരുതാത്തത് സംഭവിച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഒമാന് ചുറ്റും സങ്കടകരമായ കാര്യങ്ങളാണ് അരങ്ങേറുന്നത്. എസ്കേൻ. ഓക്കെ, ബി ജെയിംസ്, ഒരു കാര്യം, ഇപ്പോൾ ഒരു അടിയന്തരമായ ഒരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. സൂരജ് സജ്ജാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരം കടപുഴകി അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വാച്ചുമരം കോളനിക്ക് സമീപം സിദ്ധൻ പോക്കറ്റിലാണ് മരം കടപുഴകി വീണത്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നുവന്ന് റോഡിലേക്ക് വീണിട്ടുണ്ടെന്നാണ് സൂരജ് സജ്ജി റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുവഴിയുള്ള ഗതാഗതം 1 മണിക്കൂറിലധികമായി തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നും തൃശ്ശൂർ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പ്രേക്ഷകർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ മഴക്കെടുതികളുടെ വാർത്തകൾ കിട്ടാനും ജാഗ്രതകൾ പാലിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് അറിയുവാനും വേണ്ടി സ്ക്രീനിൽ ഇപ്പോൾ താഴെ സ്ക്രോൾ പോകുന്നില്ലേ, ആ സ്ക്രോളിൽ ഇത്തരം മഴക്കെടുതികളുടെ വാർത്തകളാണ് നമ്മൾ പ്രധാനമായും ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ മഴ കനക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സ്ക്രോൾ നിരന്തരം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ആ സൗകര്യം ഉപയോഗിക്കണം. ഇനി നമുക്ക് മറ്റൊരു വിദേശ വാർത്തയിലേക്ക് പോകാനുണ്ട്. പാകിസ്ഥാനിൽ സൈനിക പോസ്റ്റിൽ ഭീകരാക്രമണത്തിൽ 8 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. ആക്രമണത്തിന് പിന്നിൽ താലിബാനാണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അതോടെ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം വഷളായി എന്ന് പി ജെയിംസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പി വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിൽ ഈ താലിബാനും പാക് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഒരു കാലത്ത്. ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ പാകിസ്ഥാനെ കൊണ്ടു നടന്നതും കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറയുന്ന പോലെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇതുപോലെ വളർത്തിയത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന മുള്ളമാരെയൊക്കെയാണ് ഈ താലിബാൻ ഉണ്ടാക്കിയത് തന്നെ. എന്തായാലും അത് ഈ വാളെടുത്തവൻ വാളാലെന്ന് പറയുന്ന പോലുള്ള അവസ്ഥയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ നമ്മുടെ ജമ്മുവിൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 4 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു, ഭീകരപ്രവർത്തനം. അപ്പോൾ അവർ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഭീകരപ്രവർത്തകരെ കയറ്റിവിടുന്നു. പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ ഭീകരപ്രവർത്തനത്തിൻ്റെ എന്താ പറയുക ഇരയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ പിന്തുണയുള്ള 2-3 സംഘടനകളുണ്ട്. ഒന്ന് പാക് താലിബാൻ, ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് ഗുൽ ബഹാദൂർ എന്ന ഇതിൽ പറയുന്ന ഒരു ഭീകര സംഘടനയാണ്. വസീറിസ്ഥാനിലാണ് അവരുടെ പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റിന് നേരെ ആക്രമണം നടന്നിരിക്കുന്ന 8 സൈനികർ തൽക്ഷണം കൊല്ലപ്പെട്ടു. സൂയിസൈഡ് ബോംബറാണ് അവിടെ സ്ഫോടനം നടത്തിയെന്ന് പറയുന്നു. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ല കാലാവസ്ഥയല്ല. ഇമ്രാൻഖാൻ ഏറ്റവും ജനകീയ നേതാവിനെ അവർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നിരോധിക്കാൻ നോക്കുന്നു. രാഷ്ട്രീയ അസ്ഥിരതയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിന് നടുവിലാണ് ഈ ഭീകരപ്രവർത്തനം കൂടി വന്നതോടെ പാകിസ്ഥാൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിൻ്റെ കൂടെയാണ് ആ പ്രശ്നങ്ങൾ മറയ്ക്കാനായിരിക്കും ഒരു പക്ഷേ നേരത്തെ കാശ്മീരിലേക്കായിരുന്നു, ഇപ്പോൾ ജമ്മുവിലേക്ക് അവർ ഭീകരപ്രവർത്തകരെ കയറ്റിവിടുന്നു. ഇപ്പോൾ 2 ദിവസം ആയിട്ട് ഇന്ത്യയുടെ 10ലേറെ സൈനികർ വീരമൃത്യു വഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഭീകരപ്രവർത്തനം പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുന്നു, സ്വന്തം രാജ്യത്തും അത് പ്രശ്നമായിട്ട് മാറുന്നു. ഇതിൻ്റെ പിന്നിൽ ഈ എസ്കേൻ പറഞ്ഞ പോലെ താലിബാനെ സംബന്ധിച്ചിടത്തോളം താലിബാനെ അമേരിക്കയെ ഓടിച്ച് താലിബാന് അധികാരം കൊടുക്കാൻ അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ ISS ചീഫും ഹമീദുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. പക്ഷേ ഇമ്രാൻഖാൻ മാറിയതോടെ പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ താലിബാനായിട്ടുള്ള ബന്ധം വഷളായിരിക്കുന്നു. ഒരുപക്ഷെ താലിബാൻ നടത്തിയ ആക്രമണത്തിന് ഇതായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ബോംബ് വരെ ഇട്ടു പാകിസ്ഥാൻ വിമാനങ്ങൾ. ആ തരത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം വഷളായിരിക്കുന്നു. ജെയിംസ് വിദേശ വാർത്തകളുമായി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും.